ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയുടെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിൻ ആ കൈ ഒന്നിങ്ങ് മര്യാദയ്ക്ക് കാണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശ്രുതിയുടെ കൈ കെട്ടിക്കൊടുക്കുന്നത്. അതിനുശേഷം അഞ്ജലി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സർപ്രൈസ് കാണിക്കാൻ വേണ്ടിയിട്ട് പ്രീതിയെ വിളിപ്പിക്കുകയാണേ. എന്താ മാഡം, എന്നെ വിളിച്ചോ? അതെ പ്രീതി, നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോകുമ്പോൾ തന്നെ ആ റൂമിലെ ലൈറ്റിന്റെ സ്വിച്ച് ഓൺ ആക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രീതി അഞ്ജലി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ട് ഞെട്ടാണേ. മറ്റൊന്നും ആയിരിക്കില്ല, പ്രീതിയുടെയും ആകാശിന്റെയും പേര് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങോട്ടേക്ക് ആകാശ് വരുന്നുണ്ട്. എങ്ങനെയുണ്ട് അഞ്ജലി ചേച്ചി, നമുക്ക് തന്ന സർപ്രൈസാ? എന്നോടൊന്നും മിണ്ടണ്ട പ്രീതി. ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മാപ്പ് പറയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മയോട് തുറന്നു പറയാൻ പോകുമ്പോഴാണ് അത് സംഭവിച്ചത്. നിന്റെ ഈ കണ്ണുകൾ ഒരിക്കലും സങ്കടപ്പെടുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന ആളല്ല ഞാൻ. നേരത്തെ ഉണ്ടായിരുന്ന ചിരി എപ്പോഴും നിലനിൽക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന ആളാണ്. ഇനി ഞാനോ എൻ്റെ വീട്ടുകാരോ കാരണം നീ ഒരിക്കലും വിഷമിക്കില്ല, അത് ഞാൻ വാക്ക് തരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വാക്ക് തരുന്നു എന്ന് പറഞ്ഞപ്പോൾ പ്രീതി ആദ്യം ആലോചിച്ചത് ശ്യാമിൻ്റെയും നമ്മുടെ ശ്രുതിയും തമ്മിൽ നടന്ന ആ ഒരു റിംഗ് എക്സ്ചേഞ്ചിന്റെ കാര്യമാണ് കേട്ടോ. എന്താ മുഖം വീണ്ടും ഡള്ളായിരിക്കുന്നത്? ഒന്നുമില്ല എന്ന് പറയട്ടോ പ്രീതി. തുടർന്ന് നമ്മുടെ അമ്മായി പ്രമീളയോട് പറയുന്നുണ്ട്, പ്രമീളത്തി, പൂജയ്ക്ക് വേണ്ടി എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്യായിരിക്കും. എനിക്ക് ഒന്നിനൊരു സമാധാനം ഇല്ല രാധേ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? കല്യാണത്തിന് ഇനി നിമിഷങ്ങളല്ലേ ബാക്കിയുള്ളൂ. ഇതിനിടയ്ക്ക് ബഹളവും സംസാരവും ഒക്കെ ആയാൽ എങ്ങനെയായിരിക്കും? പ്രീതിമോളുടെ കാര്യം ആലോചിച്ചാന്നൊക്കെ പറയണേ. എൻ്റെ കൃഷ്ണ, എൻ്റെ മോൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ. എൻ്റെ മോൾക്ക് ഒരു സമാധാനവും കൊടുക്കില്ലേ നീ? ഇനി ഈ കല്യാണവും നടക്കില്ലെന്നാണോ? അങ്ങനെയൊന്നും നീ വരുത്തല്ലേ എന്നൊക്കെ പറയണേ അമ്മായി. ഇനി ഈ കല്യാണം കൂടി നടന്നില്ലെങ്കിൽ എൻ്റെ മോള് ജീവിച്ചിരിക്കില്ല, പിന്നെ ഞാനും എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ടേക്ക് ആകാശ് വരുന്നുണ്ട്. അപ്പം നമ്മുടെ ആകാശ് വന്നിട്ട് ഇന്നിവിടെ സംഭവിച്ചതിനൊക്കെ മാപ്പ്. ഞാൻ പ്രീതി പറഞ്ഞ പോലെ അമ്മയോട് കാര്യങ്ങൾ പറയാൻ വരുമ്പോഴേക്കും ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. ഇന്നിവിടെ സംഭവിച്ച പോലെ പ്രീതിക്ക് ഒരിക്കലും ഇവിടെ നിന്ന് അങ്ങനെ ഒരു അനുഭവം ഇനി വരില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അമ്മായി പറയുന്നുണ്ട്, കല്യാണത്തിന് മുൻപേ ഇങ്ങനെയാണ് പ്രീതിയോടുള്ള സമീപനമെങ്കിൽ കല്യാണം കഴിഞ്ഞ് എന്തായിരിക്കും സ്ഥിതി? അത് അമ്മയുടെ സ്വഭാവം അങ്ങനെ തന്നെയാണ്. അതിനി ആരും വിചാരിച്ചാലും മാറ്റാനൊന്നും പറ്റില്ല. അത് വിചാരിച്ച പ്രീതിക്ക് ഈ വീട്ടിൽ ഇനി അങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാവില്ല. എല്ലാവർക്കും ഇവിടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും കൂടിയിട്ട് ചേട്ടൻ്റെ തീരുമാനങ്ങൾക്ക് മുകളിൽ ആരും പോകാറില്ല. ചേട്ടൻ്റെ തീരുമാനങ്ങൾ മാത്രമേ ഈ വീട്ടിൽ നടക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളാരും ഇനി ഒരിക്കലും പ്രീതിയുടെ പേരിൽ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്താണ് കേട്ടോ ആകാശ്. നീ അവളെ വേദനിപ്പിക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം, നിന്നെ ഞങ്ങൾക്ക് വിശ്വാസമെന്ന് പറയട്ടോ അമ്മായി. അങ്ങനെ അവർ സമാധാനത്തിലിരിക്കുമ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് പ്രീതി അവിടെ നിൽപ്പുണ്ടായിരുന്നേ. അഞ്ജലിയും വന്ന് ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട് പ്രീതിയെ. അങ്ങനെ ആകാശ് പോയി കഴിഞ്ഞതിന് ശേഷം പ്രീതി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മേ ഇപ്പോഴും അമ്മയുടെ മുഖത്ത് ടെൻഷൻ ഉണ്ടല്ലോ? ടെൻഷൻ ഇല്ലാതിരിക്കോ മോളെ? ആ മനോരമയുടെ വാക്ക് കേട്ടാൽ ആരാ ടെൻഷൻ അടിക്കാതിരിക്കുക? പക്ഷേ ആകാശ് മോന്റെ സംസാരം കേട്ടപ്പോൾ അതെല്ലാം മാറി, മനസ്സിന് നല്ല സമാധാനമുണ്ട് എന്ന് പറയുമ്പോൾ അമ്മായും പറയുന്നുണ്ട്, അതെ, ആ മനോരമയുടെ വൃത്തികെട്ട സംസാരം കാരണം മനസ്സാകെ കലങ്ങിയിരിക്കുകയായിരുന്നു. ആകാശ് മോന്റെ ഓരോ സംസാരം കേട്ടപ്പോഴും മനസ്സിന് എന്തൊരു സമാധാനമായെന്നറിയോ? നിനക്ക് ഇങ്ങനെ ഒരു നല്ല ബന്ധം കിട്ടിയല്ലോ മോളെ. അത് ഓർക്കുമ്പോഴാ അമ്മയ്ക്ക് നല്ല സമാധാനം. ഇതുപോലെ നമ്മുടെ ശ്രുതിക്കും ഒരു നല്ല ബന്ധം കിട്ടട്ടെ എന്ന് ദൈവത്തോട് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, അത് കിട്ടാതിരിക്കില്ല അമ്മേ. അവൾ നമുക്ക് വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് ചോദിക്കാട്ടോ പ്രീതി. അപ്പൊ അമ്മായി പറയുന്നുണ്ട്, അവൾ ഇങ്ങ് വന്നു കയറിയാൽ അവളോട് ഇവിടെ നടന്ന ബഹളത്തെ പറ്റിയും കലഹത്തെ പറ്റിയും ഒന്നും പറയണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്യാമാണെങ്കിൽ ശ്രുതിയെ ഇതുവരെ കണ്ടില്ലല്ലോ. വിളിക്കാൻ പോയ അളിയനെയും കണ്ടില്ല. അവരിപ്പോൾ എങ്ങനെ എത്തും ശ്യാമേട്ടാ? എനിക്കേ വിളിച്ചിരുന്നു, അവൻ്റെ വണ്ടി കേടായിട്ട് വർക്ക്ഷോപ്പിലാ എന്ന് പറയുമ്പോൾ, അപ്പോൾ കുഞ്ഞനും ശ്രുതിയോ അവർ രണ്ടുപേരും ഇങ്ങ് വരുന്നുണ്ട് എന്ന് പറയുമ്പോഴേക്കും ശ്യാമിൻ്റെ മുഖം അങ്ങ് മാറുകയാണേ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഹാവു സമാധാനമായി, പൂജയ്ക്ക് മുൻപേ ഇങ്ങ് എത്തുമല്ലോ. ആദ്യം അവൾ ഇവിടെ നിന്ന് പോയി, പിറകെ കുഞ്ഞനും പോയി, എന്നിട്ട് കുഞ്ഞൻ അവളെ കൂട്ടിയിട്ട് വരുന്നു. പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നത് നമ്മൾ അറിയില്ലെന്ന അവരുടെ വിചാരം എന്നൊക്കെ പറയുമ്പോൾ ശ്യാമിൻ്റെ മുഖം ഇങ്ങനെ ദേഷ്യം കൊണ്ട് ഉണ്ടല്ലോ. അവർ വഴക്കിടുന്നതൊക്കെ നമ്മളെ കാണിക്കാനാ മുത്തശ്ശി. അവർക്ക് തനിച്ച് വരാനും പോകാനൊക്കെ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ദേഷ്യമൊക്കെ കാണിക്കുന്നത്. ഒരാൾ തനിയെ പോവാ, അയാളെ തിരിഞ്ഞ് മറ്റൊരാൾ പോവാ എന്ന് പറഞ്ഞ് അഞ്ജലി ചിരിച്ചിട്ട്, ഇതിപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ ആയിരിക്കുമല്ലേ മുത്തശ്ശി എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നതൊന്നും നമ്മുടെ ശ്യാമിന് പറ്റുന്നില്ല കേട്ടോ. തുടർന്ന് നമ്മുടെ അശ്വിനും ശ്രുതിയെ എത്തണേ. വീടെത്തി, ഇറങ്ങുന്നില്ലേ എന്ന് പറയുമ്പോൾ ശ്രുതി മുഖത്തേക്ക് നോക്കുകയാണേ. നീ ഇറങ്ങിക്കോ, ഞാനിപ്പോൾ വരാമെന്ന് പറയണേ. അപ്പോൾ
ശ്രുതി ഇറങ്ങി പോകുന്നുണ്ട്. അപ്പോഴും ശ്യാം ചോദിക്കുന്നുണ്ട്, ശ്രുതി എത്തിയില്ലല്ലോ, ശ്യാമേട്ടാ അവളിപ്പോ ഇങ്ങെത്തും, ശ്യാമേട്ടൻ എന്തിനാ അതിന് ടെൻഷൻ അടിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് പിന്നെ ശ്രുതി വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണേ. അപ്പൊ തന്നെ ശ്രുതി വരുന്നുണ്ട്. ആ അഞ്ജലി, ശ്രുതി എത്തിയേട്ടോ എന്ന് വിളിച്ച് പറയണേ ശ്യാം. അപ്പോൾ ശ്രുതി വന്നു എന്ന് കേട്ടപ്പോൾ പ്രീതിയും അഞ്ജലിയൊക്കെ കണ്ട് ചെല്ലാണേ. അയ്യോ ശ്രുതി എന്ത് പറ്റി കൈക്ക്? അത് ചെറിയൊരു ആക്സിഡന്റ് ചേച്ചി. എന്തെങ്കിലും പറ്റിയോ ശ്രുതി? ഒരു ചെറിയ ആക്സിഡന്റ് ചേച്ചി. എന്തെങ്കിലും പറ്റിയോ മോളെ? ഇല്ല ചേച്ചി, ചെരുപ്പൊന്നും പൊട്ടി കൈയൊന്നും മുറിഞ്ഞു, അത്രയേ പറ്റിയുള്ളൂ. കുഞ്ഞനെവിടെ? എന്നെ ഇറക്കി വിട്ടിട്ട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോയതാ എന്ന് പറയണേ. അങ്ങനെ ആ നെയ്യൊക്കെ വാങ്ങി പ്രീതി അങ്ങ് കൊണ്ടുപോവാണ്. ശ്രുതിയോടൊന്ന് ഫ്രഷ് ആയിട്ട് വരാൻ വേണ്ടി പറയാൻ കേട്ടോ അഞ്ജലി. ആ സമയം തന്നെ നമ്മുടെ അശ്വിൻ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ. എന്നിട്ട് ശ്രുതിയോട് ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. കയ്യിലൊരു ബാഗും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് എനിക്ക് അങ്ങോട്ടേക്ക് വരികയാണേ. അശ്വിൻ ബ്രോ, ഐ എം ബാക്ക്. എന്ത് പറ്റി ശ്രുതിക്കുട്ട? എന്ത് പറ്റി കൈക്ക്? ശ്രുതിയെ കൊണ്ട് സംസാരിപ്പിക്കുന്നേ ഇല്ല കേട്ടോ അശ്വിൻ. അതൊന്നുമില്ല. അല്ല അശ്വിൻ ബ്രോ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ചല്ലോ. എനിത്തിങ് സീരിയസ്? ഒന്നും ഇല്ല എന്ന് പറഞ്ഞില്ലേ? അശ്വിൻ ബ്രോ എന്താ കയ്യിലൊരു പാക്കറ്റ്? എനിക്ക് പ്ലീസ് ലീവ് മീ അലോൺ. ഞാൻ പോയി ആ പൂജയൊക്കെ ഷൂട്ട് ചെയ്യ്, ഡോണ്ട് മിസ് ഇറ്റ് എന്ന് പറയുമ്പോൾ ഓക്കെ ശ്രുതിക്കുട്ട പ്ലീസ് ജോയിൻ മീ എന്ന് പറഞ്ഞ് അങ്ങ് പോവാട്ടെ എനിക്ക്. അതിനുശേഷം നമ്മുടെ ശ്രുതി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ കൊണ്ടുവയ്ക്കുകയാണ് നമ്മുടെ അശ്വിൻ ആ പാക്കറ്റ്. എന്നിട്ട് അതിൻ്റെ താഴെ തന്നെ ഒരു സ്ലിപ്പും എഴുതി വെക്കുകയാണ്, ശ്രുതി ലക്ഷ്മിക്ക് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ ശ്രുതി ഫ്രഷായി വരുന്ന സമയത്ത് അവിടെ അശ്വിൻ വെച്ച ആ കവർ കാണുകയാണ്, ശ്രുതി ലക്ഷ്മിക്ക്. അപ്പോൾ ഇത് എനിക്കുള്ളതാണോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ വളയുടെ പെട്ടിയായിരിക്കും കേട്ടോ. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ശ്രുതിക്ക്. എന്നിട്ട് കുറേ നേരം നോക്കി നിന്നിട്ട് പറയുന്നുണ്ട്, ഇത് എനിക്ക് വേണ്ടി കടലമിഠായി വാങ്ങിയതാണോ അതോ മറ്റാരെങ്കിലും എന്ന് പറയുമ്പോഴേക്കും അവിടേക്ക് ആരോ വരുന്നതായിട്ട് തോന്നുകയാണ് കേട്ടോ ശ്രുതിക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ പെട്ടി കവറിലേക്ക് എടുത്ത് വെക്കുകയാണേ. അപ്പോൾ അഞ്ജലി വരികയാണ് കേട്ടോ ജ്യൂസും കൊണ്ടിട്ട്. എന്താ ശ്രുതി നീ ആലോചിച്ച് നിൽക്കുന്നത്? ഈ ജ്യൂസ് കുടിച്ചേ, എൻ്റെ ക്ഷീണമൊക്കെ പോകട്ടെ എന്ന് പറഞ്ഞിട്ട് കേട്ടോ ആ ജ്യൂസ് കൊടുക്കുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, അല്ല എന്താ ശരിക്കും വഴിയിൽ സംഭവിച്ചേ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് തന്നെ അല്ല ചുറ്റുന്ന പോലെ തോന്നുകയാണേ. അപ്പോഴേക്കും ആ അഞ്ജലി ജ്യൂസൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ശ്രുതി അങ്ങ് വീഴുകയാണ് കേട്ടോ കട്ടിലേക്ക്. അഞ്ജലി ആകെ പേടിച്ച് ശ്രുതി ശ്രുതി എന്നിട്ട് വിളിക്കുന്നത് തന്നെ ശ്യാമേട്ടാ എന്നാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.